ഷെക്കേന ഗ്ലോബൽ ന്യൂസിന് കാനഡയിൽ പുതിയ സ്റ്റുഡിയോ. സത്യത്തിൽ വേരൂന്നിയ മാധ്യമധർമ്മവുമായി കാനഡയിൽ കർത്താവ് ഷെക്കേനയ്ക്കായി പുതിയ വാതിൽ തുറന്നിരിക്കുകയാണ്. ആഗോള സഭയുടെ സ്പന്ദനങ്ങൾ ഏറ്റെടുത്ത് മാധ്യമ സുവിശേഷവൽക്കരണ ദൗത്യം നെഞ്ചിലേറ്റി കർത്താവിന്റെ മുഖവും സഭയുടെ ശബ്ദവുമായി അന്താരാഷ്ട്ര പ്രേക്ഷകരുടെ ആഗ്രഹം നിറവേറ്റി കാനഡയിലേക്ക് ചിറകുവിരിച്ചിരിക്കുന്ന ഷെക്കേന ന്യൂസിന് കാനഡയുടെ തലസ്ഥാന നഗരമായ ഒട്ടാവയിൽ തന്നെയാണ് സ്വർഗം പുതിയ സ്റ്റുഡിയോ സമ്മാനിച്ചിരിക്കുന്നത്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മിസിസാഗ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോസ് കല്ലുവേലിൽ നിർവഹിച്ചു. കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കുമായി ആരംഭിച്ച ഷെക്കേന ന്യൂസിനെ മലമുകളിലെ ദീപം പോലെ ചുരുങ്ങിയ കാലം കൊണ്ട് കർത്താവ് ഉയർത്തിയെന്ന് അഭിപ്രായപ്പെട്ട മാർ ജോസ് കല്ലുവേലിൽ ഷെക്കേന ന്യൂസിന്റെ വ്യത്യസ്തതയും ചൂണ്ടിക്കാട്ടി. ഈ ദിവസം കർത്താവ് നൽകിയ ദിനമാണ്, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. സാധാരണ ചിന്തകന്മാർ പറയാറുണ്ട്, വാട്ട് ഈസ് നോട്ട് ഇൻ മീഡിയ ഡസൻറ്റ് എക്സിസ്റ്റ്. മീഡിയയിൽ ഇല്ലാത്തത് നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ മീഡിയയിൽ ഇല്ലാത്തതിന് അസ്തിത്വം പോലുമില്ല എന്ന് പറയുന്നത്. ആ ഒരു കൊച്ചു വാചകത്തിൽ നമുക്ക് മീഡിയ ഇന്ന് ആധുനിക ലോകത്ത് എത്രമാത്രം പ്രസക്തമാണെന്നറിയാം. സാധാരണ മീഡിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷെക്കീന ചാനൽ കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി കുറഞ്ഞ കാലം കൊണ്ട് കർത്താവ് അതിനെ വേണ്ട വിധത്തിൽ ഉയർത്തി. മലമുകളിൽ പണിതുയർത്തിയ ദീപം പോലെ അത് ഉയർന്നിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സന്തോഷ്, കാനഡയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഈ ഒണ്ടാറിയോയിൽ ഇന്ന് ഈ ഓഫീസിലൂടെ ദൈവത്തിൻ്റെ നാമത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. സന്തോഷം, ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതിനുവേണ്ടി സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന ഷിജുവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് ബന്ധപ്പെട്ട മറ്റ് സ്റ്റാഫുകളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. നല്ല ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇത് ദൈവത്തിനുള്ള ഉപരിമഹത്വത്തിന് കാരണമാകട്ടെ. മിസ്സാഗ രൂപതയുടെ വലിയൊരു സുവിശേഷ പ്രഘോഷണത്തിന്, സുവിശേഷവൽക്കരണത്തിന് ഉപാധിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. പരിശുദ്ധ ബൈബിളിന്റെ പ്രതിഷ്ഠയും തിരിതെളിയിക്കലും ഉദ്ഘാടന തിരുക്കർമ്മങ്ങളുടെ ഭാഗമായിരുന്നു. മാർ ജോസ് കല്ലുവേലിൽ SG ന്യൂസ് ലോഗോ പ്രതിഷ്ഠയും നടത്തി. തുടർന്ന് സ്റ്റുഡിയോയുടെ വെഞ്ചരിപ്പ് ശുശ്രൂഷകൾക്കും അഭിമന്യ പിതാവ് നേതൃത്വം നൽകി. കർത്താവ് ഷെക്കേനയ്ക്കായി ചെയ്ത വലിയ പ്രവൃത്തിയിൽ സന്തോഷം അറിയിച്ച് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവച്ചതും ശ്രദ്ധേയമായി. ടീം ഷെക്കേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഷിജു ജസീന ദമ്പതികളുടെ ഭവനത്തിന്റെ ബേസ്മെന്റിലാണ് മനോഹരമായ സ്റ്റുഡിയോ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവനാമവും കൂദാശകളും അവഹേളിക്കപ്പെടുന്ന നാളുകളിൽ ഷെക്കേന മാധ്യമ ശുശ്രൂഷയുടെ പങ്കിനെപ്പറ്റി സെയിന്റ് മദർ തെരേസ സീറോ മലബാർ ഇടവക വികാരി ഫാദർ ബെന്നി ജോസഫ് എടുത്തു പറഞ്ഞു. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ നടക്കണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ ജീവിക്കണം, അത് അവനല്ല തീരുമാനിക്കുന്നത്. അവനെ നിയന്ത്രിക്കുന്ന ചുറ്റുപാടാണ്, അവനെ നിയന്ത്രിക്കുന്ന മീഡിയയാണ്. അവനറിയാതെ അവൻ്റെ ചിന്തയിലേക്കും അവനറിയാതെ അവൻ്റെ ജീവിതത്തിലേക്കും അവനറിയാതെ അവൻ്റെ മനസ്സിലേക്കും ആശയങ്ങളെ കടത്തി വിടുന്നേക്കും മീഡിയയ്ക്കുള്ള പങ്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ സ്ഥാനവും ദൈവത്തിൻ്റെ ചിന്തകളൊക്കെ ചോദ്യചിഹ്നമായി മാറുമ്പോഴത്തേന്, കൂദാശകളും വചനങ്ങളൊക്കെ അവഹേളന പാത്രങ്ങളായി മാറുമ്പോഴത്തേന്, ദൈവനാമത്തിന് പ്രവർത്തിക്കുന്ന ഒരു പരിഹാസപാത്രങ്ങളായി സമൂഹത്തിൽ മാറുമ്പോഴത്തേന് മീഡിയയുടെ പ്രാധാന്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഷക്കിന പോലെ TV മുമ്പോട്ട് ഇറങ്ങുന്നത്. അഭിനന്ദനങ്ങളും ഭാവങ്ങളും നേരാം. ഇസ്രായേൽ ജനത്തിനൊപ്പം 40 വർഷക്കാരും മരുഭൂമിയുടെ കൂടെ നടന്നവൻ ഇന്നും എന്നും ഈ പ്രവർത്തനത്തിൻ്റെ സംരംഭത്തിൻ്റെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. കേരളത്തിൽ പിറവിയെടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറിയ ഷെക്കേനയുടെ മാധ്യമ ശുശ്രൂഷയുടെ അതിരുകൾ കർത്താവ് വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്നതിനെ കർത്താവിൽ അഭിമാനത്തോടെയും കൃതജ്ഞതയോടെയുമാണ് ടീം ഷെക്കേനയും പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നത്.